ത്രിയേക ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവിൽ പ്രിയ വിശ്വാസികളുടെ സമൂഹമേ, കുഞ്ഞുങ്ങളെ, നിങ്ങൾക്കേവർക്കും വീണ്ടും വരുമെന്ന് അരുളി ചെയ്ത് ഉയർത്തെഴുന്നേറ്റ് സ്വർഗ്ഗാരോഹണം ചെയ്ത് കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്, ഈ മാസത്തിലെ ഒന്നാമത്തെ ദിവസം ജൂലൈ 1, 2026, ഈ വർഷത്തിലെ 182ാമത്തെ ദിവസം. ഇന്ന് 553ാമത്തെ എപ്പിസോഡ് പബ്ലിഷ് ചെയ്യുന്നതിനായി ദൈവത്തിൽ ശരണപ്പെടുന്നു. ഇന്നത്തെ ചിന്താവിഷയം: നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു. നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു. ത്രിയേക ദൈവത്തിൻ്റെ വലിയ തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. കർത്താവിൽ അനുഗ്രഹിക്കപ്പെട്ട ദൈവജനമേ, ഈ എളിയ പ്രസംഗം ഒരു ആത്മീയ ശുശ്രൂഷ എന്ന നിലയിൽ ദൈവനാമ മഹത്വത്തിനായി തീരട്ടെ എന്ന പ്രാർത്ഥനയോടെ എന്നെ ശ്രദ്ധിക്കുന്ന നിങ്ങൾക്ക് ഏവർക്കും എൻ്റെ സ്നേഹവന്ദനം ഒരിക്കൽ കൂടി പറഞ്ഞുകൊള്ളട്ടെ. ഇന്ന് എനിക്ക് അല്പസമയം നിങ്ങളോടൊപ്പം ചിന്തിക്കുവാനായി എടുത്തിരിക്കുന്നത് വിശുദ്ധ മത്തായി ശ്ലീഹായുടെ രക്ഷാസുവിശേഷം 5-ാം അധ്യായം 14-ാം വാക്യം ആണ്. അതായത്, നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു. ഇതിൻ്റെ ചരിത്ര പശ്ചാത്തലം എന്താണ്? നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു എന്ന് പറയുവാൻ കാരണം എന്താണ്? വെളിച്ചത്തിൻ്റെ പ്രാധാന്യം എന്താണ്? വെളിച്ചം ഇല്ലെങ്കിലുള്ള പ്രയാസങ്ങൾ എന്തെല്ലാം? ഇതെല്ലാം നാം ശാന്തമായി ചിന്തിക്കേണ്ടിയിരിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ ഗ്രീക്ക് പ്രഭാഷണങ്ങളിൽ ഒരു പ്രധാന ഭാഗമാണിത്. യേശു തൻ്റെ പരസ്യ ശുശ്രൂഷ വേളയിൽ ഗലീല, യെരുശലേം, യഹൂദ്യ, യോർദാൻ മുതലായ സ്ഥലങ്ങളിൽ സഞ്ചരിച്ച് അനേകം രോഗികളെ സൗഖ്യമാക്കുകയും ധാരാളം അത്ഭുത പ്രവർത്തികൾ ചെയ്യുകയുമുണ്ടായി. അതുകൊണ്ട് വളരെയേറെ പുരുഷാരം അവനെ പിന്തുടർന്നു. അപ്പോൾ മലമേൽ ഇരിക്കുന്ന പട്ടണം മറിഞ്ഞിരിക്കാൻ പാടില്ല. വിശുദ്ധ മത്തായി ശ്ലീഹായുടെ രക്ഷാസുവിശേഷം 5-ാം അധ്യായം 15-16 വാക്യങ്ങളിൽ വെളിച്ചത്തിൻ്റെ പ്രാധാന്യം എടുത്തു പറയുന്നുണ്ട്. വിളക്ക് കത്തിച്ച് പറയിൻ കീഴല്ല തണ്ടിന്മേലത്രേ വെക്കുന്നത്, അപ്പോൾ അത് വീട്ടിലുള്ള എല്ലാവർക്കും പ്രകാശിക്കുന്നു. അങ്ങനെ തന്നെ മനുഷ്യർ നിങ്ങളുടെ നല്ല പ്രവർത്തികളെ കണ്ട് സ്വർഗ്ഗസ്ഥനായ നിങ്ങളുടെ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ വെളിച്ചം അവരുടെ മുമ്പിൽ പ്രകാശിക്കട്ടെ. വിശുദ്ധ യോഹന്നാൻ ശ്ലീഹായുടെ രക്ഷാസുവിശേഷം 8-ാം അധ്യായം 12-ാം വാക്യത്തിൽ കാണുന്നത്, ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകുന്നു, എന്നെ അനുഗമിക്കുന്നവൻ ഇരുളിൽ നടക്കാതെ ജീവന്റെ വെളിച്ചം ഉള്ളവനാകും. യേശുവിൻ്റെ കയ്യിലെ ചൂട്ടോ വിറകോ മെഴുകുതിരിയോ ഒന്നും തന്നെ ഇല്ലായിരുന്നു എന്നുള്ള വിവരം നമുക്ക് അറിയാം. എന്നിട്ടും അവൻ പറയുന്നു, ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകുന്നു എന്ന്. അതെ, അവൻ രാത്രിയും പകലും സ്വയം പ്രകാശിക്കുന്നു. ദൈവപുത്രന് മാത്രമേ അത് കഴിയുകയുള്ളൂ. ആയതിനാൽ അവനെ അനുഗമിക്കുന്നവന് മാത്രമേ പ്രകാശിക്കുവാൻ സാധിക്കുകയുള്ളൂ. അല്ലാത്തവർ എല്ലാം അന്ധകാരത്തിലായിരിക്കും. തീർച്ച. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 3-ഉം 4-ഉം വാക്യത്തിൽ പ്രകാരം പറയുന്നു, വെളിച്ചമുണ്ടാകട്ടെ എന്ന് ദൈവം കൽപ്പിച്ചു. വെളിച്ചമുണ്ടായി. വെളിച്ചം നല്ലത് എന്ന് ദൈവം കണ്ടു. വെളിച്ചം നിർമ്മല ഹൃദയത്തെ സൂചിപ്പിക്കുന്നു. എവിടെ വെളിച്ചമുണ്ടോ അവിടെ സത്യവും നീതിയും സ്നേഹവും ക്ഷമയും സന്തോഷവും സമാധാനവും ഉണ്ട് എന്ന് നമുക്ക് ഏവർക്കും അറിയാം. ഒരു മെഴുകുതിരി കത്തിക്കുമ്പോൾ ചുറ്റും പ്രകാശിക്കുന്നതിനോടൊപ്പം അത് സ്വയം കത്തി ഉരുകി ഇല്ലാതെയാകുന്നു. അതുപോലെ നാമും മറ്റുള്ളവർക്ക് വേണ്ടി പ്രകാശം പരത്തുവാൻ വേണ്ടി ശ്രമിക്കാം. പരിമല തിരുമേനിയും പാവങ്ങളുടെ അമ്മയായ മദർ തെരേസയും ഫ്ലോറൻസ് നൈറ്റിംഗേലും ഫാദർ ഡാമിയനും ലോകത്തിന് പ്രകാശം പരത്തുന്നവരായിരുന്നു. എന്നാൽ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ പോലെ പാപികളായ നാം ഓരോരുത്തർക്കും വേണ്ടി സ്വയം ബലിയർപ്പിച്ചവർ ചരിത്രത്തിൽ മറ്റാരും ഇല്ല തന്നെ. വെളിച്ചമില്ലാത്ത അവസ്ഥ എന്തായിരിക്കും? അവിടെ അന്ധകാരം വ്യാപിക്കുന്നു. മനുഷ്യന് നിരക്കാത്ത ദുഷ്പ്രവൃത്തികളിൽ അധികവും അന്ധകാരത്തിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത്. അതിൻ്റെ അനന്തരഫലങ്ങളാണ് മോഷണം, കൊലപാതകം, തീവ്രവാദം, ചതി, വഞ്ചന, മദ്യപാനം, വെറുക്കൂത്ത് എന്നിവയെല്ലാം. സമൂഹത്തിന് പ്രകാശം പരത്തുവാൻ നമുക്ക് എന്തൊക്കെ ചെയ്യാമെന്ന് ശാന്തമായി ഒന്ന് ചിന്തിക്കാം.
ഉണരുക, പ്രവർത്തിക്കുക. ഇവിടെ ഒരു ചെറിയ സംഭവകഥ പറയട്ടെ. ഒരു അന്ധനായ മനുഷ്യൻ ഒരു ഇരുട്ടുള്ള രാത്രിയിൽ കത്തിച്ച മെഴുകുതിരിയുമായി ഒരു ചെറിയ ഇടവഴിയിലൂടെ യാത്ര ചെയ്യുകയാണ്. അപ്പോൾ എതിരെ വന്ന ഒരു യാത്രക്കാരൻ ചോദിച്ചു, ഹേ മനുഷ്യ, കണ്ണ് കാണാൻ പാടില്ലാത്ത നിങ്ങൾക്ക് ഈ കത്തുന്ന മെഴുകുതിരി കൊണ്ട് എന്ത് പ്രയോജനം? അന്ധനായ മനുഷ്യൻ പറഞ്ഞ മറുപടി പ്രകാരമായിരുന്നു, ഇതിന്റെ വെളിച്ചം എനിക്ക് കാണുവാൻ സാധിച്ചില്ല എങ്കിലും ഈ വഴിയെ പോകുന്ന അങ്ങേപോലെ പ്രയോജനം ചെയ്യുമല്ലോ. എൻ്റെ പ്രിയമുള്ളവരെ, ആ അന്ധനായ പ്രവൃത്തി എങ്ങനെയുണ്ട് എന്ന് നാം ഒന്ന് ചിന്തിക്കേണ്ടതുണ്ട്. ഒരപകടം ഉണ്ടാകുമ്പോൾ അതിൻ്റെ ദൃശ്യം മൊബൈലിൽ ക്യാമറയിൽ പകർത്താനായി ആവേശം കാട്ടുന്നവരെ കണ്ടിട്ടില്ലേ? അപകടത്തിൽ പെട്ടവരുടെ ജീവൻ രക്ഷിക്കുവാൻ അടിയന്തരമായി എന്തൊക്കെ ചെയ്യാമോ അതൊക്കെ ചെയ്യുക. അതാണ് നമ്മുടെ കടമ. എൻ്റെ പ്രിയമുള്ളവരെ, ദൈവത്തിൽ അടിയുറച്ച് വിശ്വസിച്ച് നമ്മുടെ സഭാവിശ്വാസം കാത്തു സൂക്ഷിച്ച് വീടിനും നാടിനും ഇടവകയ്ക്കും സഭയ്ക്കും സമൂഹത്തിനും പ്രകാശം പരത്തുവാൻ നമുക്കേവർക്കും കഴിയട്ടെ എന്ന് ആശംസിച്ച് കൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഇവിടെ ഉപസംഹരിക്കട്ടെ. ദൈവം തമ്പുരാൻ നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നന്ദി, നമസ്കാരം.